All, welcome to Software Engineering course. Calicut യൂണിവേഴ്സിറ്റിയിലെ 5th സെമിസ്റ്റർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിൻ്റെ ഒരു പേപ്പറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിൽ മൊഡ്യൂൾ 1. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് അറിയാം. വാട്ട് ഈസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ? Computer software is a product that software professionals build. Software professionals build ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ മാത്രമല്ല ചെയ്യാം, they support this product over the long term. So computer software can be considered as a product that is built by a software professional and supported by them over the long term. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആൻഡ് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് ഉള്ളത്? വാട്ട് ഡസ് ഇറ്റ് എൻകംപോസ്? ഇറ്റ് എൻകംപോസസ് programs that execute within a computer of any size and architecture. കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഏത് ആർക്കിടെക്ചറിൽ വേണമെങ്കിലും ഏത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ഒരു പാർട്ടാണ്. കണ്ടന്റ് ദാറ്റ് ഇസ് presented as a computer programs execute. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ present ചെയ്യുന്ന content as a part of computer software. Descriptive information in both hard copy and virtual forms that also encompass as a part of computer software. ഒരു descriptive information, ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള descriptive information അത് ഹാർഡ് കോപ്പി ആയിട്ടാകും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മീഡിയയിലുള്ള ഒരു വെർച്വൽ ഫോം ആയിട്ടും ഈ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. സോ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ മെയിൻലി 3 മേജർ കോമ്പണൻസ് ആണുള്ളത്: പ്രോഗ്രാംസ്, കണ്ടന്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ. ഏത് പ്ലാറ്റ്ഫോമിലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രസന്റ് ആകുന്ന കണ്ടന്റ് and a descriptive information about the program as well as the content. Next, how can we define a software? Software is instructions അല്ലെങ്കിൽ computer programs that when executed provide desired features, function and performance. So software എന്ന് പറഞ്ഞാൽ a set of instructions, or we can call it as a computer programs. ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ we may get executed some functions അല്ലെങ്കിൽ ഒരു performance ഒക്കെ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഇത് മാത്രമല്ല സോഫ്റ്റ്വെയർ, it contain data structures that enable the programs to adequately manipulate information. ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ആകണമെങ്കിൽ അതിനൊരു ഡേറ്റ വേണം. ആ ഡേറ്റ ഹോൾഡ് ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുന്നത്? ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എ ഡിസ്ക്രിപ്റ്റീവ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് അഗെയിൻ a hard copy form and virtual form. So ഒരു software can be defined as a combination of instructions, data structures and descriptive information. So this is what a computer software is. Computer software is a combination of programs, contents and descriptive information. And this descriptive information can either be a hard copy and it can also be a virtual form. Next, what does software engineering encompasses? Software engineering encompasses a process, a collection of methods, and an array of tools that allow
professionals to build high quality computer software. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് എന്തൊക്കെയുണ്ട്? പ്രോസസ്സുകളുണ്ട്, അതേപോലെ സെറ്റ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതേപോലെ ഈ പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ചില ടൂൾസിന്റെ ഹെൽപ്പ് വേണം. അതിനെയാണ് an array of tools. ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ പ്രോസസ്, കളക്ഷൻ ഓഫ് മെത്തേഡ്സ്, array of tools, ഇത് യൂസ് ചെയ്താൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹൈ ക്വാളിറ്റി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. And who are the software engineers? Software engineers are someone who built and support software. And virtually everyone in an industrial world uses, or they can be termed as a software engineer. Either they can be directly called as a software engineer or they can be indirectly called a software engineer. So, ഈ ഒരു സ്ലൈഡിൽ what is software engineering and who is a software engineer എന്നാണ് പറയുന്നത്. Now, why is it important? Why is it important എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് why software is important അല്ലെങ്കിൽ why software engineering is important. ആദ്യം why software is important. Software is important because it affects nearly every aspect of our lives and has become a pervasive in our commerce, culture and everyday activities. Software ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം നമ്മളുടെ ലൈഫിൽ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്റ്റിലും ഇപ്പോൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. കൾച്ചർ എടുത്താൽ അവിടുത്തെ പല ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. എവറി ഡേ ആക്ടിവിറ്റീസിൽ പല സ്ഥലത്തായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടി ലൈബ്രറി പോകുമ്പോൾ ലൈബ്രറി ബുക്ക് സെർച്ച് ചെയ്യാൻ ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം പോലത്തെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ബാങ്കിൽ അവർ ബാങ്കിൻ്റെതായ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. So software is important. If software is important, software engineering also will be important. Why? Software engineering is important because it enables us to build complex systems in a timely manner with high quality. Software engineering important ആണെന്ന് പറയുന്നതിന്റെ റീസൺ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എന്ത് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ഒരു കോംപ്ലെക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? ഇൻ എ ടൈംലി മാനർ. അതായത് 5 months ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞാൽ 5 months നിന്ന് ഡെവലപ്പ് ചെയ്യാൻ ഈ എഞ്ചിനീയറിംഗ് ടൂൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെറുതെ ഒരു പ്രൊഡക്റ്റ് അല്ല കിട്ടുന്നത്, ഇറ്റ് ഈസ് എ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്. So software engineering is important since it helps us to build a complex software product. Complex system in the complex software product in a timely manner with high quality. This is a relevance of software and software engineering. What is a work product? From the point of view of a software engineer ന്റെ വ്യൂ പോയിന്റിൽ നോക്കിയാൽ the work product എന്ന് പറയുന്നത് set of programs, അവർ എഴുതുന്ന പ്രോഗ്രാംസ് ആകാം, ഡേറ്റ, ഈ പ്രോഗ്രാംസ് അവർ യൂസ് ചെയ്യുന്ന ഡേറ്റ ആകാം, and ultimately the computer software. From users point of view, work product എന്ന് പറഞ്ഞാൽ എന്താ? The ultimate resultant product. So the work product is a resultant information that somehow makes the user's world better. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ബില്ലിംഗ് വളരെ സ്മൂത്തർ ആകാൻ വേണ്ടി അവിടെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു
ലൈബ്രറി പോകുമ്പോൾ ബുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അവിടെയുണ്ട്. സോ നമ്മളുടെ റിയൽ ലൈഫിൽ നമ്മുടെ റിയൽ ലൈഫ് ആക്ടിവിറ്റീസ് മുത്തറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുമാണ് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂലെ വർക്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. And what are the characteristics of a software? Software is developed or engineered. It is not manufactured in a classical sense. ഇതിന്റെ മീനിങ് എന്താ? സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ്. മാനുഫാക്ചറിങ് അല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം കുറച്ച് കോഡ് എഴുതും, അത് പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്യണ്ടോ നോക്കും, നെക്സ്റ്റ് ലെവൽ കോഡിങ്, അങ്ങനെ ഓരോന്നായി ഡെവലപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. നോർമലി ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിൽ അങ്ങനെ ഒത്തിരി ഡാമേജസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതാണ് ഇതിന്റെ മീനിങ്. Although industry is moving towards component-based construction, most software continues to be custom built. ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു കോമ്പണന്റ് ബേസ്ഡ് കൺസ്ട്രക്ഷനെയാണ് അവർ എയിം ആക്കുന്നത്. ബട്ട് സോഫ്റ്റ്വെയറിന്റെ പേർപ്പസ് എന്താ? കസ്റ്റമറിന്റെ ഡേ ടു ഡേ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. So these three are the characteristics of software. And which are the software application domains? കുറേ domains ഉണ്ട്, അതിൽ കുറച്ചാണ് ഇവിടെ പറയുന്നത്. Application software, നമ്മൾ വേർഡ് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതിന് മൈക്രോസോഫ്റ്റിന്റെ വേർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ബാങ്കിൽ പോകുമ്പോൾ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടി അവരൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? കമ്പൈലർ, ഇന്റർപ്രറ്റർ, ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. എഞ്ചിനീയറിംഗ് ഓർ സയന്റിഫിക് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ എഞ്ചിനീയറിംഗ് ഓർ സയന്റിഫിക് സോഫ്റ്റ്വെയർ എന്ന് പറയാം. വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ISRO പോലത്തെ ഓർഗനൈസേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതിലൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു ഡ്രൈവിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ആ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, ഗൂഗിള് പോലത്തെ അല്ലെങ്കിൽ ജിമെയിൽ പോലത്തെ ആപ്ലിക്കേഷൻസ്. പ്രൊഡക്റ്റ് ലൈൻ സോഫ്റ്റ്വെയർ, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. എംബഡഡ് സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറിലെല്ലാം എംബഡ് ചെയ്ത് വാഷിംഗ് മെഷീൻ ഒക്കെ ഓട്ടോമാറ്റിക് ആക്കാൻ വേണ്ടി അതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇങ്ങനെ പല ഡൊമെയിൻസിലാണ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് വരുന്നത്. Then what are the important points to remember? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റിമെമ്പർ ചെയ്യേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. Understand the problem before you build a solution. ഏതൊരു എഞ്ചിനീയറിംഗിലും റിമെമ്പർ ചെയ്യാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വൈ യു ആർ ഡൂയിങ് സോ, അല്ലെങ്കിൽ വാട്ട് സൊല്യൂഷൻ യു ഷുഡ് ഗെറ്റ്. നമ്മൾ ആ പ്രോബ്ലത്തെ കുറിച്ചുള്ള ഒരു തറോ നോളേജ് നമുക്ക് ഉണ്ടാകണം. അതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്കൊരു തറോ നോളേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട് ഈസ് ടു ബി ഡൺ? യു ഹാവ് ടു ഡിസൈൻ എ പിവോട്ടൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റി. എങ്ങനെയൊക്കെ വേണം ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ, അതിന് വേണ്ട ഡിസൈനിങ് ചെയ്യണം. ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് ആദ്യം അതിന്റെ അൽഗോരിതം ഡിസൈൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഡിസൈൻ ചെയ്യാൻ പറയും. അപ്പൊ ഇതിനൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈൻ സ്റ്റെപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം.
And third important point to remember, both quality and maintainability are an outgrowth of good design. ഒരു ഗുഡ് ഡിസൈനിന്റെ ഔട്ട്ഗ്രോത്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ക്വാളിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി. സോ ഒരു പ്രൊഡക്റ്റ് ഗുഡ് ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. അതേപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റണം. These are the important points to be remembered while developing a software product, not only a software product, any engineering products. So we can move on to definition of software engineering. Software engineering can be defined as application of a systematic, disciplined, quantifiable approach to the development, operation, and maintenance of software. That is the application of engineering to the software. Second definition is study of approaches as a one. ഇതിൽ ഓരോ പോയിന്റ് എടുത്ത് പറയാം. What is software engineering? It's an application of something. എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് വേയില്, ഒരു ഡിസിപ്ലിൻ വേയില് ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അത് പല പല ഓപ്പറേഷൻസ് ചെയ്യും. അങ്ങനെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. ദെൻ വൺസ് ആ പ്രൊഡക്റ്റിന് ബർത്തായി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടാസ്ക് കഴിഞ്ഞില്ല. അതിനാവശ്യമുള്ള മെയിൻ്റനൻസ് ടൈം ടു ടൈം ആയിട്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വെൽ ഡിസിപ്ലിൻ വേയില് ഒരു പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക, അതിന് വേണ്ട മെയിൻ്റനൻസ് സപ്പോർട്ട് കൊടുക്കുക. ഈ ഒരു ടാസ്കിനെ, ഇതെല്ലാം ചെയ്യുന്ന ഒരു ടാസ്കിനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. So software engineering encompasses of process, methods for managing and engineering software and tools. ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്തെ എൻകമ്പോസിഷൻ. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ മെയിൻ ലെയേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. There are 4 main layers while considering software engineering. Quality focus, process, methods and tools. ഇതിലെ first one, what is quality focus? ഏതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയാണ്. മാക്സിമം ആക്യുറസിയില് യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു bedrock that supports software engineering എന്താന്ന് പറയാൻ നമുക്ക്? It's quality focus. Then process layer. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഫൗണ്ടേഷൻ ലെയർ എന്ന് പറയുന്നത്. The foundation for software engineering is the process layer. The software engineering process is a glue that holds the technology layers together and enables rational and timely development of computer software. Already പറഞ്ഞിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? ഇൻ എ ടൈംലി മാനർ, ഇൻ എ ഗുഡ് ക്വാളിറ്റി മാനർ. സോ ആ ടെക്നോളജീനെയും അതേപോലെ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയും ഒന്ന് ഗ്ലൂ ചെയ്യുന്ന ലെയറിനെയാണ് പ്രോസസ് ലെയർ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യാം, എങ്ങനെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, അത് മോണിറ്റർ ചെയ്യുമ്പോൾ അതിനുവേണ്ടി കുറേ പ്രോസസ്സുകൾ ചെയ്യേണ്ടി വരും. ആ പ്രോസസ്സുകളെല്ലാം ഡിഫൈൻ ചെയ്യുന്ന ലെയേഴ്സിന് എന്തായി കൺസിഡർ ചെയ്യാം? പ്രോസസ് ലെയർ എന്ന് പറയാം. സോ പ്രോസസ് ഡിഫൈൻ
that must be established for effective delivery of software engineering technology. ഒരു ഗുഡ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടാസ്കുകളെ നമുക്ക് പ്രോസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. The software process forms the basis for management control of software products and establishes the context in which technical methods are applied. So software process forms പറഞ്ഞാൽ അത് എന്തിന്റെയൊക്കെ ബേസിക്സ് ആണ്? ബേസിക്സ് ഫോർ മാനേജ്മെന്റ് കൺട്രോൾ ഓഫ് സോഫ്റ്റ്വെയർ project. It's a basis for management control of software projects, and it establishes the context in which technical methods are applied. Again, the work product endana can be models, documents, data, reports, forms, etc. അതിനു വേണ്ടി ഒരു മോഡലിംഗ് ഉണ്ടാവും, പല ഡേറ്റ എടുത്ത് വേണ്ടി വരും ഈ പ്രോസസ്സുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാൻ. ഇതിന് ഒരു വെൽ ഡിഫൈൻഡ് ഡോക്യുമെന്റ് വേണം. അപ്പൊ അതിനു വേണ്ടി കുറെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും, ഫോംസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. പലത് ഹാർഡ് കോപ്പി ആയിട്ടാവും, ചിലത് വെർച്വൽ ഫോം ആയിട്ടാവും. എനിവേ പ്രോസസ് ലെയർ ആണ് ആ ഒരു ടെക്നോളജീനെയും ആ പ്രൊഡക്റ്റിനെയും ആ ടെക്നോളജിയുടെ ഹെൽപ്പോടെ ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫ്രെയിം ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. So the next layer is methods. Software engineering methods provides the technical how-tos for building software. Process layer ൽ നമ്മൾ ഇന്ന പ്രോസസ് ഒക്കെ ചെയ്താൽ we can build a quality product എന്ന് പറയാൻ പറ്റും. But technically how to build a good quality software അത് ഡിഫൈൻ ചെയ്യുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ആ ഒരു ടാസ്കിനെയാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ മെത്തേഡ്സിൽ നമ്മൾ കുറെ സബ് ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. മെത്തേഡ് എൻകംപോസ് എ ബ്രോഡ് ഏരിയ ഓഫ് ടാസ്ക് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ. ആർക്ക് വേണ്ടിയാണോ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അവരായിട്ട് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്, അതെല്ലാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റിക്വയർമെന്റ് അനാലിസിസ്, അവരുടെ ഈച്ച് ആൻഡ് എവറി റിക്വയർമെന്റ്സ്, ഇന്ന ഡേറ്റ എൻട്രി ചെയ്താൽ ഇന്ന റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ക്രീൻ ഇങ്ങനെയായിരിക്കണം, അങ്ങനെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് റിക്വയർമെന്റ്സ് അനലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം. ആഫ്റ്റർ ദാറ്റ് ഡിസൈൻ, അതിനു വേണ്ട ഫ്ലോ ചാർട്ട്സോ അൽഗോരിതംസോ ഒക്കെ ഡിസൈൻ ചെയ്യാം. Then start constructing or writing program. പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. You need to test whether program is executing in a correct manner. ആ ടാസ്കിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് കഴിഞ്ഞു, ടെസ്റ്റിംഗ് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് പറയാം പ്രൊഡക്റ്റ് പ്രിപ്പയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഇസ് റെഡി എന്ന് പറയാം. ബട്ട് അപ്പോഴും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ മെത്തേഡ്സ് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും മെയിൻ്റനൻസ് വേണ്ടി വരും. അപ്പൊ നമുക്ക് ലോങ് റണ്ണിൽ ആ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യണം. ആ ടാസ്കിനെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ you may need to communicate with the users, gather the requirements from the users, design a model, then write programs for the particular software product, for the development of particular software product. Once the program construction is over, test whether the program is executing in a correct manner or not. Then once the product is ready, hand over the product to the user and give them support, technical support for a long run. ഇതാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞ ലെയറിൽ പറയുന്നത്. The last one, tools. Software engineering tools എന്ന് പറഞ്ഞാൽ it can be either an automated tool or semi-automated tool.
So they are something that provides automated or semi-automated support for two layers like process layer and methods. Processനും methodനും കൊടുക്കുന്ന automated or semi-automated supportiനെയാണ് നമ്മൾ tools എന്ന് പറയുന്നത്. And when these tools are integrated so that the information created by one tool can be used by another. ഈ tools integrate ചെയ്താലുള്ള ഗുണം ഒരു particular ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ടൂൾ നമുക്ക് വേറെ പല ടാസ്കുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫങ്ഷൻസ് എല്ലാം റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിൽ ഫങ്ഷൻസ് എല്ലാം റീയൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസും റീയൂസ് ചെയ്യാം. A system for the support of software development called computer aided software engineering is established. ഇങ്ങനെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത്. ആ ഒരു ടാസ്കിനെ കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് കോൾ ചെയ്യാം. സോ ഇങ്ങനെ ഒരു സിസ്റ്റം വഴി സപ്പോർട്ട് കൊടുത്താൽ നമുക്ക് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റും? We can say that we have established a computer aided software engineering. അപ്പോൾ ഈ മോഡ്യൂളിൽ ജസ്റ്റ് കുറച്ച് ഡെഫിനിഷൻസും what is software, what is software engineering, കുറച്ച് important points to remember, and software engineering നമ്മൾ യൂസ് ചെയ്യുന്ന four important layers: quality focus, process, methods, tools. ഇത്രയുമാണ് കവർ ചെയ്തിരിക്കുന്നത്. Thank you for now.